السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فأوصيكم وإياي بتقوى الله. സത്യവിശ്വാസികളെ, നാം ഏവരും അള്ളാഹുവിൻ്റെ അടിമകളാണ്. അടിമകളായ നാം ഏവരും സർവശക്തനായ റബ്ബിനെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് നമ്മുടെ മേൽ നിർബന്ധമാണ്. പക്ഷെ പല നിലക്കും അനുസരണക്കേടുകളും തെറ്റുകുറ്റങ്ങളും നമ്മിൽ നിന്ന് സ്വാഭാവികമായിട്ടും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. സർവപാപ സുരക്ഷിതരായി അല്ലാഹു തആല മലക്കുകളെയും അമ്പിയാക്കളെയും മാത്രമേ മഅസൂമീങ്ങൾ എന്ന ഗണത്തിൽ പെടുത്തിയിട്ടുള്ളൂ. അമ്പിയാക്കളിൽ നിന്നും മലായിക്കത്തിൽ നിന്നും ചെറുതോ വലുതോ ആയ യാതൊരു പാപങ്ങളോ ദോഷങ്ങളോ ഒരിക്കലും സംഭവിക്കില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. സാധാരണ മനുഷ്യരെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മിൽ നിന്ന് തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ അതിമഹലായ ഫളുലാണ്, ഔദാര്യമാണ്. ഏത് തെറ്റുകുറ്റങ്ങളുള്ളവരും പടച്ച റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ നിർവ്യാജ ഖേദത്തോടെ തൗബയോടെ അള്ളാഹു തആല സർവ്വ പാപങ്ങളും പുറത്തു തരാം എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ നമ്മോട് അള്ളാഹു തആല വലിയ ഒരു സന്ദേശം നൽകിയിട്ടുണ്ട്, വാഗ്ദത്തം നൽകിയിട്ടുണ്ട്, സന്തോഷവാർത്ത നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നാം ഒക്കെ ഖേദിച്ചു മടങ്ങണം, തൗബ ചെയ്യണം. തൗബ ചെയ്യാൻ പ്രത്യേക മാസങ്ങളോ ദിവസങ്ങളോ സമയങ്ങളോ ഒന്നുമില്ല, ഏത് സമയത്തുമാവാം. അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ സൂറത്തു തഹരീം 8-ാം ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹാ, നിബന്ധനകളൊത്ത നിഷ്കളങ്ക തൗബ നിങ്ങൾ തൗബ ചെയ്യുവീൻ എന്ന് നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ബഖറ 222-ാമത്തെ ആയത്തിൽ ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ, അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുന്നവരെ അള്ളാഹു തആലക്ക് വലിയ ഇഷ്ടമാണെന്നും വലിയ പ്രതിഫലം നൽകുമെന്നും അള്ളാഹു തആല സുവിശേഷം അറിയിക്കുന്നുണ്ട്. ഹദീസിൽ കാണാം, അത്തായിബു മിനദ്ദംബി കമൻ ലാ ദംബല, യഥാവിധം തൗബ ചെയ്താൽ സർവ്വപാപ മുക്തനാക്കും അള്ളാഹു തആല, യാതൊരു ദോഷവും ചെയ്തിട്ടില്ലാത്തവനെ പോലെയാക്കുമെന്ന്. ഇബ്നു മസ്ഊദ് തങ്ങൾ ഉദ്ധരിക്കുന്ന റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നൽ മുഅ്മിന, യഥാർത്ഥ ഒരു സത്യവിശ്വാസി, യറാ ദുനൂബഹു കഅന്നഹു ഖായിദുൻ തഅത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി, അവൻ ദോഷങ്ങൾ ചെയ്യുമ്പോൾ വളരെ പേടിയിലാവണം. അവൻ തന്റെ മേൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണേക്കുമോ എന്ന് ഭയപ്പെടുന്ന ഒരു മലയുടെ താഴെ ഇരിക്കുന്നവനെ പോലെ പേടിക്കണം അവൻ ദോഷങ്ങളെ. നേരെ മറിച്ച് വൈന്നൽ ഫാജിറ, യഥാർത്ഥമായ വിശ്വാസി അല്ലാത്തവൻ, യറാ ദുനൂബഹു കദുബാബിൻ മർഅ അലാ അൻഫി, മൂക്കിന്റെ മുന്നിലൂടെ നടക്കുന്ന ഒരു ഈച്ചയെ പോലെ ലാഘവ ബുദ്ധിയാണ് ദോഷങ്ങളെ അവൻ കാണുക. അപ്പൊ സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം സർവ്വ പാപങ്ങളെ തൊട്ടും അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക എന്നുള്ളത് ദോഷമുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അതിന് ചില നിബന്ധനകളൊക്കെയുണ്ട്. എന്താണ് ആ നിബന്ധനകൾ? സാധാരണ തെറ്റിദ്ധരിച്ചതുപോലെ പ്രത്യേകമായ ചില വാക്കുകളോ പ്രത്യേകമായ ചില ദുആകളോ കുറെ ഇസ്തിഗ്ഫാർ ചൊല്ലലുകളോ ഒരാളെ ചൊല്ലിക്കൊടുത്ത വാചകങ്ങൾ അങ്ങനെ തന്നെ അപ്പടി നാം കേട്ട് തെറ്റാതെ ചൊല്ലലോ ഇത് മാത്രമല്ല തൗബ. നിർവ്യാജ ഖേദമാകുന്നു തൗബ. സർവനാഥനായ റബ്ബ് തആലാന്റെ മുമ്പിൽ നിർവ്യാജ ഖേദം രേഖപ്പെടുത്തുക. അതിന്റെ നിബന്ധനകളാണ് ബഹുമാനപ്പെട്ട അല്ലാമ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. തുറൂബ മതാബം ബിന്നദാമതി മുഖ്ലിയ വബിഅസ്മി തർക്കി ദംബി ഫീ മസ്തഖ്ബല വബറാഅതി മിൻ കുല്ലി ഹഖ്ഖിൽ ആദമി ഫലിഹാദിഹിൽ അർകാനി ഫർഅ വകമ്മില. ഒന്നാമത്തെ, അതിൻ്റെ വളരെ നിർബന്ധമായ ഒന്നാമത്തെ ഘടകം തന്നെ ഉത്ലുബു മതാബം ബിൻ നദാമ, എല്ലാവരും അല്ലാഹുവിലേക്ക് നിർവ്യാജ ഖേദം രേഖപ്പെടുത്തിയിട്ട് തൗബ ചെയ്യുക. നിർവ്യാജ ഖേദം അതുതന്നെയാണ് പ്രധാനം. എന്താണ് ഈ നിർവ്യാജ ഖേദം? അയ്യൻ നദമു മിൻ ഹൈസു ഇന്നഹു മാസിയത്തുൻ ലില്ലാ, എന്നെ പടച്ച് പരിപാലിക്കുന്ന എനിക്കെല്ലാം നൽകുന്ന സർവനാഥനായ സൃഷ്ടാവും എന്റെ ഖാലിക്കും മാലിക്കും റാസിഖുമായ അള്ളാഹുവിനോടാണല്ലോ ഞാൻ ഈ ധിക്കാരം ചെയ്തത് എന്ന നിലക്കുള്ള നിർവ്യാജ ഖേദം വേണം. അല്ലാതെ ലാലി ഖൗഫി ഇഖാബിൻ ഫീഹി, എനിക്കിതിന്റെ പേരിൽ ശിക്ഷയേൽക്കേണ്ടി വരുമല്ലോ എന്ന നിലക്കുള്ള ആ ഖേദവും ദുഃഖവും പോരാ എന്ന് ഫതുഹുൽ മുഈൻ പേജ് 509 3-ാമത്തെ വരിയിൽ കാണാം. അപ്പം നിർവ്യാജ ഖേദം, ഞാൻ എൻ്റെ സൃഷ്ടാവിനോടാണല്ലോ എൻ്റെ ഖാലിക്കിനോടാണല്ലോ സദാ നന്ദി രേഖപ്പെടുത്തൽ എൻ്റെ മേൽ ബാധ്യതയുള്ള ഈ അടിമയായ ഞാൻ റബ്ബിനോട് ധിക്കാരം ചെയ്തല്ലോ, തെറ്റ് ചെയ്തല്ലോ, ആ നിലക്കുള്ള നിർവ്യാജ ഖേദമാണ് ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തെ നിബന്ധനയാണ് മുഖ്ലിയ, സർവ്വ പാപങ്ങളിൽ നിന്നും അവൻ മുക്തനാകണം. എല്ലാ തെറ്റുകുറ്റങ്ങളും അവൻ ഒഴിവാക്കണം. ഒഴിവാക്കാതെ അതങ്ങ് ചെയ്തുകൊണ്ട് തൗബ ചെയ്തുകൊണ്ട് ഫലമല്ല, അതൊക്കെ അവൻ ഏത് തെറ്റുകളാണോ കുറ്റങ്ങളാണോ
അതിൽ നിന്നെല്ലാം അവൻ പൂർണ്ണമായും വിരമിച്ച് അവ ഒഴിവാക്കണം. വമിനൽ ഇഖ്ലായി റദ്ദുൽ മഗ്സൂബി, മറ്റൊരുത്തന്റെ അവിഹിതമായ വല്ലതും നാം കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചു കൊടുക്കുക എന്നുള്ളതും ഇതിൽ പെട്ടതാണെന്ന് ഫതുഹുൽ മൊയിൻ 509 പേജിൽ കാണാം. മൂന്നാമത്തെ നിബന്ധന വബി അസ്മി തർക്കിൽ ദംബി ഫീ മസ്തഖ്ബല, ഭാവിയിൽ ഞാൻ ആ തെറ്റുകുറ്റത്തിലേക്ക് ഒരിക്കലും മടങ്ങില്ല എന്ന ദൃഢമായ ആ ഒരു ഉറപ്പും തീരുമാനവും അവൻ എടുക്കുകയും വേണം. ഐ അസ്മി അല്ലാ യഊദ ഇലൈഹ മആശ, അവൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഒരിക്കലും ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ തെറ്റുകുറ്റങ്ങൾ ചെയ്യുകയേ ഇല്ല എന്ന ദൃഢമായ ഒരു തീരുമാനം അവനുണ്ടാവുകയും വേണം. നാലാമത്തെ നിബന്ധനയാണ് വബറാഅത്തിൻ മിൻ കുല്ലി ഹഖ്ഖിൽ ആദമീ, മനുഷ്യരുമായിട്ടുള്ള ഹക്കടപാടാണെങ്കിൽ അതെല്ലാം അവൻ തീർക്കണം. കൊടുക്കാനുള്ള കടങ്ങളും മറ്റും അവൻ സാവധാനം കൊടുത്താൽ മതി, അതിനെക്കുറിച്ചല്ല പറഞ്ഞത്. അവിഹിതമായിട്ട് വല്ലതും അവരുടെ മുതൽ നാം കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, കട്ടതാവട്ടെ, വഞ്ചിച്ചതാവട്ടെ, ഒരാളെ ചതിച്ചതാവട്ടെ, ആ നിലക്ക് കൈവശപ്പെടുത്തിയ മുതലുകൾ, അതുപോലെ തന്നെ വാക്കാലോ പ്രവർത്തിയാലോ മറ്റൊരാളെ നാം വിഷമിപ്പിച്ചത്, ബുദ്ധിമുട്ടിച്ചത്, ഇതെല്ലാം അവരോട് നാം പൊരുത്തപ്പെടിച്ചും ഇസ്തിഹലാൽ ചെയ്തും അവരുമായി പറഞ്ഞു നന്നായും സാധിക്കുന്നതെല്ലാം പറഞ്ഞു നന്നാവുക, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. ഇவ்விധം അവൻ നിർവ്യാജ ദുഃഖം രേഖപ്പെടുത്തി ഹക്കടപാടുകളെ തൊട്ട്, അത് മാലിയായ സാമ്പത്തികമാവട്ടെ അല്ലാത്തതാവട്ടെ, അതിനെ തൊട്ടെല്ലാം അവൻ പൂർണ്ണമായി മുക്തമാകണം. സക്കാത്ത് കൊടുക്കാനുള്ളവനാണെങ്കിൽ സക്കാത്ത് കൊടുത്ത് അവൻ വീട്ടണം. ഏതെങ്കിലും വേറെ നിലക്ക് ആരുടെ മുതലുകൾ കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവൻ തീർത്തും കൊടുക്കണം. ആ കൊടുക്കാൻ ആളില്ലെങ്കിൽ അവന്റെ അവകാശികളിലേക്ക് കൊടുക്കണം. അവരും മരണപ്പെട്ടു പോയിട്ടുണ്ട്, കൊടുക്കാൻ ആരുമില്ല. എന്നാൽ ആ മരണപ്പെട്ടവർക്ക് കൂലി കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് അവരെ ഉദ്ദേശിച്ചുകൊണ്ട് ദാനധർമ്മം ചെയ്യണം എന്നൊക്കെയാണ് ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നത്. ഏതായാലും ഈ നിബന്ധനകളെല്ലാം വേണം. ഫലിഹാദിയിൽ അർക്കാനി ഫർഅ വകമ്മില, ഇതെല്ലാം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പൂർത്തിയാക്കുക, ഇതെല്ലാം നിർബന്ധമാണ്. അതോടൊപ്പം തന്നെ ഫതുഹുൽ മൊയിനിൽ കാണാം വയുഷ്തറത്തു അയ്ളൻ ഖളാഉ സ്വലാത്തി വസ്സൗം, നോമ്പുകളും നിക്കാരങ്ങളും ഖളാ വീട്ടാനുണ്ടെങ്കിൽ അതെല്ലാം ഖളാ വീട്ടണം. ഏറെ ഉണ്ടെങ്കിൽ അത് ഖളാ വീട്ടാൻ തുടങ്ങി ഇൻഷാ അല്ലാഹ് അതെല്ലാം ഞാൻ ഖളാ വീട്ടും എന്നുള്ള ദൃഢനിശ്ചയത്തോടെ അവൻ തുടങ്ങണം. എന്നാൽ അല്ലാഹു തആല വലിയ കൃപാലുവാണ്, അല്ലാഹു തആല തൗബ സ്വീകരിക്കാം. ഇങ്ങനെ ഒരാൾ തൗബ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, രാത്രിയോ പകലോ ഏത് മാസവും ഏത് ദിവസവും എന്നുമാകാം, നിർവ്യാജ ഹൃദയ ഖേദമുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. അതോടൊപ്പം തൗബയുടെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം വളരെ പ്രധാനമാണ്. അപ്പോൾ ഒളുവെടുത്ത് വന്ന് തൗബയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് എന്നിട്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന നല്ല നല്ല വാചകങ്ങളും ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹൽ അളീം പോലെയുള്ള ഇസ്തിഗ്ഫാറിന്റെയും മാപ്പപേക്ഷിക്കലിന്റെയും തൗബയുടെയും നല്ല വാക്കുകൾ ഉരുവിട്ട് ഹൃദയം മറിഞ്ഞ് ഖേദം രേഖപ്പെടുത്തി കരഞ്ഞ് പടച്ച റബ്ബിനോട് നിർവ്യാജ ഖേദവും ദുഃഖവും രേഖപ്പെടുത്തി അള്ളാഹുവിനോട് മാപ്പിരക്കുക. എല്ലാം കഴിഞ്ഞതിന്റെ ശേഷം 2 റക്അത്ത് വീണ്ടും നിസ്കരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ തൗബ ചെയ്യുന്ന, സ്വീകരിക്കപ്പെടുന്ന യഥാർത്ഥ സ്വാലിഹീങ്ങളിൽ സർവനാഥനായ റബ്ബ് നമ്മെ എല്ലാം ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹുവേ, നിന്റെ മഹദ് ഫദ്ൽ കൊണ്ട് വിശുദ്ധമായ റമളാൻ മഗ്ഫിറത്തിന്റെ മാസമാണ്, തൗബയുടെ മാസമാണ്. അല്ലാഹുവേ, ചെറുതും വലുതുമായ സർവ്വ പാപങ്ങളും ഞങ്ങൾക്കും മാതാപിതാക്കൾ, ഉസ്താദുമാര് ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ ഞങ്ങൾക്കൊക്കെ നീ പൂർണ്ണ പാപ മുക്തി നൽകണേ റഹ്മാനെ. പൂർണ്ണമായ സ്വാലിഹീങ്ങളിൽ, സ്വാദിഖീങ്ങളിൽ, മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. മഅൽ വസിയ്യത്തി ബിദ്ദുആ, അഖൂക്കും ഫില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.